എല്ലാവരും ബൈക്കിൻ്റെ ടോപ്പ് എൻഡ് ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്കിന്നൊരു വെറൈറ്റിക്ക് എൻ്റെ വണ്ടി ഓരോ ഗിയറിലും മിനിമം എത്ര സ്പീഡ് വരെ പോകാൻ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ എൻ്റെ വണ്ടിയിൽ ഇപ്പോൾ ഇട്ടേക്കുന്ന സ്പ്രോക്കറ്റ് RF 200 ചെയിൻ സ്പ്രോക്കറ്റാണ്. അപ്പോൾ അത് എൻ്റെ സ്റ്റോക്ക് സ്പ്രോക്കറ്റ് 39 ചെയ്തും ഇപ്പോൾ ഇട്ടേക്കുന്ന 41 ചെയ്തുമാണ്. അപ്പോൾ എൻ്റെ ഗിയറിങ്ങിലുണ്ടാകുന്ന വ്യത്യാസമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡ് ചെയ്തിട്ട് 60 ഗിയർ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ വണ്ടി 6th ഗിയറിലാണുള്ളത്. 6th ഗിയറിൽ മിനിമം എത്ര സ്പീഡിൽ പോകുമെന്ന് നോക്കാം. 6th ഗിയറിൽ എനിക്ക് തോന്നുന്നു ഒരു 46 വരെയൊക്കെ ഇനി വണ്ടി ഇടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അടുത്ത ഗിയറിലോട്ട് ഡൗൺ ചെയ്യാം. ഇപ്പോൾ വണ്ടി 5th ഗിയറിലാണുള്ളത്. 5th ഗിയറിൽ ഒരു 36 വരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അടുത്ത് നമുക്ക് 4th ഇടാം. 4th ഗിയറിലാണെങ്കിൽ വണ്ടി ഒരു 26. അത് കഴിഞ്ഞ് 3rd ഗിയറിലാണെങ്കിൽ വണ്ടി ഒരു 22. അടുത്ത 3rd വണ്ടി ഒരു 40. അടുത്ത 2nd വണ്ടി സെക്കൻഡിൽ ചെറിയ സ്ലോ സ്പീഡ് എത്ര വേണം പോകും. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടിയുടെ ലോ എൻഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ ലോ എൻഡ് ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. എന്ന് വെച്ചാൽ ഓരോ ഗിയറിലും നിങ്ങളുടെ വണ്ടി എത്ര സ്പീഡിൽ പോകുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്ക്. ആൻഡ് സോ ഇന്നത്തെ വീട്ടിൽ എത്ര കാര്യങ്ങളാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ നിങ്ങൾ കോൺടാക്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൻ്റെ ബയോ തന്നെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.